ഇവന്റെ പേരാണ് റൂഡി. ഇവന് വെറും 18 വയസ്സേ ഉള്ളൂ. റൂഡി എപ്പോഴും അവന്റെ അമ്മയുമായി വഴക്കാണ്. സോ നല്ല രീതിയിലായിരുന്നില്ല റൂഡിയുടെ ജീവിതം. ഒരു ദിവസം റൂഡി രാത്രി നായ്ക്കളെയും കൊണ്ട് വാക്കിങ്ങിന് പോകാൻ അമ്മയോടും പറഞ്ഞ് പുറത്തോട്ട് പോയി. പക്ഷെ ആ രാത്രിയിൽ റൂഡി എങ്ങോട്ടോ ഓടിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ നായ്ക്കൾ തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷെ റൂഡിയെ കാണാനില്ല. അങ്ങനെ പകൽ വരെ അവന്റെ അമ്മ വെയിറ്റ് ചെയ്തു. പക്ഷെ റൂഡി വന്നില്ല. അങ്ങനെ അമ്മയാകെ വിഷമിക്കാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറഞ്ഞു എന്റെ മോനെ കാണാനില്ല എന്നും പറഞ്ഞ്. അങ്ങനെ പോലീസ് അന്വേഷണമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയുടെ പേരാണ് ജെനി. പരിഭ്രാന്തരായ ജെനിയുടെ കുടുംബാംഗങ്ങളെ വിളിച്ചു പറഞ്ഞു എന്റെ മോനെ കാണാനില്ല എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി റൂഡിയെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ മിസ്സിംഗ് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി എല്ലായിടത്തും സ്ഥാപിച്ചു. അതുപോലെ തന്നെ ബിൽ ബോർഡ് സ്ഥാപിച്ചു. ജെനി അതും കൂടാതെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ ഹയർ ചെയ്യാൻ ഒരു ഗോ ഫണ്ട് മീ പേജും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും റൂഡിയെ കുറിച്ചുള്ള ഒരു ലീഡ്സും കിട്ടിയില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. പതിയെ അവർ സ്വയം തീരുമാനിച്ചു അവൻ ഇനി ഒരിക്കലും വരില്ല എന്ന്. 8 വർഷം കഴിഞ്ഞു. റൂഡിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു പള്ളിയുടെ മുറ്റത്ത് ഒരാൾ അവിശനിലയിൽ കിടക്കുന്നു. ഇത് വേറൊരാൾ കാണാൻ സാധ്യതയായി. അയാൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ വന്നു അവിശനിലയിൽ കിടക്കുന്ന ആളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസുകാർ ഇവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവൻ റൂഡിയാണ്. അങ്ങനെ പോലീസുകാർ അവന്റെ അമ്മയായ ജെനിയെ ഉടനെ വിളിച്ചു. ജെനി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ റൂഡിയെ കണ്ടു. സ്വന്തം മോനെ കാണാതായി ഇത്രയും നാൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ജെനിക്ക്. റൂഡിക്കാണെങ്കിൽ അതിനേക്കാൾ സന്തോഷം. അങ്ങനെ ജെനിയും റൂഡിയും സന്തോഷത്തിൽ അവരുടെ വീട്ടിൽ പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. പോലീസുകാർ റൂഡിയെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചറിയാൻ. കാരണം ഈ 8 വർഷം എന്ത് ചെയ്യുമായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെ അറിയാൻ. സോ ഇവിടെയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ട്വിസ്റ്റ് സംഭവിക്കുന്നത്. റൂഡി സത്യം പറഞ്ഞാൽ അന്ന് രാത്രിയിൽ വീട് വിട്ടു പോയത് ഉള്ളതായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് റൂഡി തിരിച്ചു വീട്ടിൽ വന്നായിരുന്നു. പക്ഷെ ജെനി റൂഡിയെ കാണാതായ വിഷയം എല്ലാ ആളുകളും എല്ലാ ന്യൂസ് ചാനലിലും അറിയാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് അറ്റൻഷൻ ജെനിക്ക് കിട്ടാൻ തുടങ്ങി. ആ അറ്റൻഷൻ ജെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. സോ ജെനി എന്ത് ചെയ്തു? ആ അറ്റൻഷൻ പിന്നെ കീപ്പ് ചെയ്യാനായി റൂഡി വീട്ടിൽ വന്നിട്ടും ജെനി ആരോടും ഈ വിവരം അറിയിച്ചില്ല. അങ്ങനെ ജെനി റൂഡിയോട് പറഞ്ഞു നീ എന്തായാലും പുറത്തിറങ്ങണ്ട, പോലീസുകാർ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ പോലീസുകാർ കണ്ടാൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. സോ റൂഡി കൂടുതലൊന്നും ചിന്തിച്ചില്ല. കാരണം ഒന്ന്, അവൻ്റെ അമ്മയാണ് ഇത് പറഞ്ഞത്. സോ അവന് അവൻ്റെ അമ്മയെ പൂർണ്ണ വിശ്വാസമാണ്. 2, അവന് പോലീസ് സ്റ്റേഷൻ, പോലീസ് അറസ്റ്റ്, ജയിൽ എന്നത് ഭയങ്കര പേടിയാണ്. സോ അമ്മ പറയുന്നത് പോലെ അവൻ അനുസരിച്ചു. അങ്ങനെ 8 വർഷം കഴിഞ്ഞു പോയി. ഇതേ സമയം റൂഡിയുടെ അമ്മ ജെനി അത്ര നല്ല സ്വഭാവമുള്ള സ്ത്രീയല്ല. കാരണം റൂഡിക്ക് ജെനിയുടെ പല സ്വഭാവവും അൺകംഫർട്ടബിളായി തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം റൂഡിക്ക് വീട്ടിലിരുന്നിരുന്ന് പ്രാന്തായി. അവൾ പൊട്ടിത്തെറിച്ചു. അവൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു എനിക്കൊരു ജീവിതം വേണം, ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ശരിയാകില്ല. പക്ഷെ ജെനി ഇത് മൈൻഡാക്കി എടുത്തില്ല. ജെനി പറഞ്ഞു നീ പുറത്തിറങ്ങണ്ട, നീ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. റൂഡി തിരിച്ചു പറഞ്ഞു എന്നാൽ പിന്നെ ഒരു വക്കീൽ വഴി മുന്നോട്ട് പൊക്കിയൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് വക്കീലിന് കൊടുക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. സോ ഈ ഹോൾ ഇൻസിഡന്റ് ഒരു വിചിത്രവും ഒരു ടോക്സിക്കുമായിരുന്നു. ഒരു വല്ലാത്തൊരു ജീവിതം. കുറച്ച് നാളുകൾ കഴിഞ്ഞ് റൂഡിക്ക് ഈ ഒരു ജീവിതം ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ അവൻ പതിയെ ഡ്രഗ്സിൽ അഡിക്റ്റായി. അങ്ങനെ ഒരു ദിവസം അവൻ തീരുമാനിച്ചു അവൻ ഒന്നും കൂടെ ഒളിച്ചോടാമെന്ന്. അങ്ങനെ 26-ാം വയസ്സിൽ അവൻ 8 വർഷം മുന്നേ ഒളിച്ചോടിയ പോലെ ഒരു രാത്രിയിൽ അവൻ വീട് വിട്ടിറങ്ങി. ശ്രദ്ധിക്കണം, അവൻ ഡ്രഗ്സ് അഡിക്റ്റഡ് ആണ്. സോ കുറച്ച് ദൂരം നടന്നപ്പോൾ അവൻ അവിടെ ഒരു പള്ളി കണ്ടു. സോ അവിടെ കയറി കിടന്നു ആവശ്യനിലയിൽ. അങ്ങനെയാണ് ഒരാൾ ഇത് കാണുകയും പോലീസുകാരനെ അറിയിക്കുകയും കഥ ഇതുവരെ ആയത്. അങ്ങനെ ഈ സ്റ്റോറി എല്ലാവരും അറിഞ്ഞു, നാട്ടുകാരും വീട്ടുകാരും ന്യൂസ് ചാനൽസും എല്ലാം. അങ്ങനെ റൂഡി അമ്മയിൽ നിന്നും മാറി താമസിക്കാൻ തീരുമാനിച്ചു. ഒരു ലീഗൽ ആക്ഷൻസും എടുത്തിട്ടില്ല അമ്മയ്ക്കെതിരെ. കാരണം എനിക്ക് തോന്നുന്നു റൂഡിക്ക് കേസൊന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലായിരിക്കും. കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടി ഇനി എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിച്ച് കാണുമായിരിക്കും. സോ ഇതാണ് നമ്മുടെ മെയിൻ കഥാപാത്രം റൂഡി. സോ ഇതെല്ലാം നടന്നത് ഹൂസ്റ്റണിലാണ്. ആൻഡ് ദാറ്റ്സ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.